മാനസികാരോഗ്യത്തിൽ ഏറ്റവും വലിയ ആശങ്ക പ്രകടിപ്പിച്ച് ഭേദിതമായ കണക്കുകൾ നിരത്തി 2017 സെപ്റ്റംബറിൽ ലോകാരോഗ്യ സംഘടന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. പെരുന്നാട്ടിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അമ്മമാരുടെ കുട്ടികൾ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഭാരക്കുറവ്, വിളർച്ച, പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വൈകല്യങ്ങൾ എന്നിവ കാണുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ട്. ലഭ്യമായ ഡാറ്റകളുടെ പിൻബലത്തിലാണ് WHO ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്നാൽ യഥാർത്ഥ വസ്തുത ഇതിനേക്കാൾ ഭയാനകമാണ്. ഓരോ പ്രായത്തിൽ ഒരു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കോഞ്ഞ ഓർമ്മയും എല്ലാവരോടും വെറും 7 കിലോമീറ്ററിനപ്പുറം ജീവിച്ചിരിക്കുന്ന തന്റെ മകനെ കഴിഞ്ഞ 6 വർഷമായി കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത അമ്മയാണ് സഫൂറ. സഫൂറയ്ക്ക് മകനെ കാണിച്ചു കൊടുക്കണമെന്ന ആവശ്യവുമായി ഭർത്താവായിരുന്ന ഖൈസിന്റെ കോഴിക്കോട് നരിപ്പറ്റയിലെ വീട്ടിലും സഹോദരിയുടെ വീട്ടിലും ഞങ്ങൾ ചെന്നിരുന്നു. ആവശ്യം നിരസിച്ചു. പക്ഷേ ലോകം മുഴുവൻ എതിർത്താലും തന്റെ അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയുന്ന നിമിഷത്തിൽ ആ ഉദരത്തിന്റെ ഭാരം തീരുമായിരിക്കും. എന്നാൽ അത്രയും കാലം തന്നിൽ നിന്ന് അകറ്റി നിർത്തി ഇല്ലാതാക്കിയ അമ്മയുടെ സ്നേഹം നിഷേധിച്ച വർഷങ്ങൾ നീണ്ട മനപ്രയാസത്തെ മറികടക്കാൻ അന്ന് ആ കുട്ടിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഞങ്ങൾ നടത്തിയ യാത്രയിലുടനീളം കണ്ട ദൃശ്യങ്ങൾ പറയുന്നതും അതാണ്. ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ കുട്ടികളെ കൊന്ന് ജയിലിലായ അമ്മമാരുടെ ബാക്കിയുള്ള കുട്ടികൾ അമ്മ ജാമ്യത്തിലാണെന്നറിയാതെ വീണ്ടും നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചരണ്ട് കരഞ്ഞ് ഉരുകിത്തീരുന്ന കുട്ടികളാണ്. അമ്മ കൊലപാതകിയായതോടെ സ്വന്തം വീട്ടുകാരാലും ഭർത്തൃ വീട്ടുകാരാലും സംരക്ഷണം കിട്ടാതെ അമ്മമാർക്കൊപ്പം ജയിലുകളിലും കുട്ടികൾക്ക് കഴിയേണ്ടി വരുന്നു. കുഞ്ഞിനെ കൊന്ന അമ്മയോടുള്ള മനോഭാവത്തിന്റെ പ്രതിഫലനങ്ങൾ തീർച്ചയായും ജയിലകങ്ങളിലും ഈ കുട്ടികൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത്തരത്തിൽ ശിക്ഷയുടെ ഭാഗമായി കഴിഞ്ഞ 13 വർഷത്തിനിടെ 36 അമ്മമാരെ ജയിലിലടച്ചപ്പോൾ അവർക്കൊപ്പം 10 കുട്ടികൾ കൂടി എത്തിപ്പെടേണ്ടി വന്നുവന്ന ഉള്ളുലയ്ക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഈ കുട്ടികളുടെ മനോധൈര്യവും അഭിമാനവുമെല്ലാം നാൾക്കുനാൾ നഷ്ടപ്പെടുത്തിയ പോലീസും കോടതികളും മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും പൊതുസമൂഹവും വലിയ ശിക്ഷയാണ് ഇവർക്ക് എക്കാലത്തും നൽകിപ്പോരുന്നത്. എന്നാൽ പെരിനാറ്റൽ സൈക്കാട്രിക് ഡിസോർഡറുകളായ ഡിപ്രഷൻ, സൈക്കോസിസ് എന്നിവയെക്കുറിച്ച് യാതൊരു ബോധവൽക്കരണവും ഇന്നേ വരെ നടത്താത്ത സർക്കാരാണ് കുട്ടികളെയും കൂടെ ഇത്തരം ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന്റെ പ്രധാന ഉത്തരവാദികൾ. കാരണം ഒരു സർക്കാർ സംവിധാനങ്ങളുടെ ഗുരുതര വീഴ്ചകൾ കാരണം ഗർഭത്തിലും പ്രസവത്തിലും നേരത്തെ തന്നെ അസുഖം കണ്ടെത്തി ചികിത്സ കിട്ടാതെ പോയതിന്റെ പ്രധാന ഇരകൾ അമ്മമാരെ പോലെ തന്നെ അവരെ വേർപിരിയേണ്ടി വരുന്ന കുട്ടികൾ കൂടിയാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെയാണ് എല്ലായ്പ്പോഴും പെരിനാറ്റൽ സൈക്കാട്രിക് ഡിസോർഡർ സാരമായി ബാധിക്കുന്നത്. തുടക്കത്തിൽ അമ്മയ്ക്ക് കുട്ടിയുമായുള്ള സ്നേഹബന്ധം ഉടലെടുക്കാനും അത് നിലനിർത്താനും സാധിക്കാതെ വരുന്ന ബോണ്ടിംഗ് ഡിസോർഡർ ഉണ്ടാകുന്നു. ഇതോടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതോടെ കുഞ്ഞുങ്ങളിലെ ബുദ്ധിവികാസം, മാനസികാരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ശാരീരിക മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. ഇതോടെ മറ്റു കുട്ടികളോടും സമൂഹത്തോടുമുള്ള അകാരണ ഭയം, സ്നേഹദൗർലഭ്യം തുടങ്ങിയവ മികച്ച സാമൂഹിക സൗഹൃദ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ തടസ്സമായി തീരും. കൂടാതെ കുട്ടികളിൽ പഠന വൈകല്യങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും ഉടലെടുക്കും. മികച്ച കൗൺസിലിംഗ് ഒന്നും ലഭിക്കാതെയുള്ള വളർച്ചാഘട്ടത്തിൽ സ്നേഹവും പരിലാളനയും തേടിയുള്ള പുറം യാത്രകൾ വൻ ചതിക്കുഴികളിൽ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നതും കാണാതെ പോകരുത്. വേറൊരു ഇഷ്യൂ വരുന്നത് ഈ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇഴയടുപ്പം അല്ലെങ്കിൽ ബോണ്ടിങ് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു റിസ്ക്കാണ്. നമ്മുടെ ഒരു ഒബ്സർവേഷൻ ഒരു 20 മുതൽക്ക് 30% അമ്മമാർക്ക് മാനസികരോഗം വന്നുള്ള അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളായിട്ട് ബോണ്ട് ചെയ്യാൻ, ഇടപഴകാൻ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ, കുഞ്ഞുങ്ങളായിട്ട് ഇടപഴകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുള്ളതാണ്. വേറൊരു റിസ്ക് ഫാക്ടർ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള, പ്രത്യേകിച്ചും ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള അമ്മമാരുടെ
കുഞ്ഞുങ്ങളിൽ വളർച്ചാ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കിടയിലുള്ള സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് കുറച്ചൊരു മോശമായിട്ട് കാണുന്നുണ്ട്. അതും നമ്മളുടെ ഒരു ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ ഏതാണ്ട് 30% അമ്മമാരിൽ മാനസിക രോഗം ബാധിച്ചിട്ടുള്ള അമ്മമാരിൽ 30% അമ്മമാരുടെ 30% കുഞ്ഞുങ്ങൾക്ക് ഈ വളർച്ചാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അമ്മമാരുടെ മാനസികാരോഗ്യം കുഞ്ഞുങ്ങളെ കൂടി ബാധിക്കും എന്നതിനാൽ പെരിനാറ്റൽ സൈക്കാട്രിക് ഡിസോർഡർ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ അവകാശമാണ്. പെരിനാറ്റൽ സൈക്കോസിസ് കാരണം ക്രിമിനൽ കേസുകളിൽ അകപ്പെടുന്ന അമ്മമാരുടെ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന കുട്ടികളോട് കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും കാഴ്ചപ്പാടുകളും വികൃതമാണ്. കൊലപാതകിയുടെ മക്കൾ എന്ന പരിവേഷം നൽകി പരിഹസിച്ച് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും കൂടെയുള്ള കുട്ടികളും അധ്യാപകരും അയൽവാസികളും ബന്ധുക്കളും തുനിയുന്നത് മൂലം ആ ട്രോമകളിൽ നിന്നും ഒരിക്കലും മോചനം കിട്ടാതെ ഈ കുട്ടികൾ മുന്നോട്ടു പോകാനാകാതെ ഉടറി നിൽക്കും. കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടി വന്ന എല്ലാ അമ്മമാർക്കും സൈക്കാട്രിക് സോഷ്യൽ വർക്കർമാർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ എന്നിവരടങ്ങിയ പ്രത്യേക മാനസികാരോഗ്യ വിദഗ്ധ ടീമിന്റെ സഹായത്തോടെ മാനസികാരോഗ്യ പരിശോധന നടത്തി മാത്രം നിയമ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഏക പോംവഴി. കൂടാതെ ഇനിയെങ്കിലും സർക്കാർ ഇത്തരം ട്രോമകളിലേക്ക് അറിഞ്ഞുകൊണ്ട് തള്ളിയിടാതിരിക്കാൻ കൗൺസിലിംഗ് പോലുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പെരിനാറ്റൽ സൈക്കോസിസ് കാരണം ക്രിമിനൽ കേസുകളിൽ അകപ്പെടുന്ന അമ്മമാരുടെ ജീവിച്ചിരിക്കുന്ന നിഷ്കളങ്കരായ കുട്ടികളെ കൂടി ട്രോമകളിലേക്ക് തള്ളിയിട്ടവർ എന്ന ദുഷ്കീർത്തി കൂടെ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വരും. അതിനാൽ ഈ കുട്ടികളെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ഒരു സർക്കാരിന്റെ ചുമതലയാണ്. കുട്ടികളിലെ ട്രോമകൾക്ക് തക്ക സമയം ചികിത്സ കിട്ടാതെ പോകുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകില്ല. ഇത്തരം അമ്മമാർക്കൊപ്പം ജീവിതം ജീവിച്ചു തീർത്തവർക്കും ഇപ്പോൾ ജീവിക്കുന്നവർക്കും ഇക്കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനാകും. മാത്രമല്ല, ഇത്തരം മുറിവുകളുടെ വേദന കുട്ടിക്കാലത്ത് മാത്രമല്ല അവരുടെ മരണം വരെയും നീറ്റലായി വിങ്ങലായി പിന്തുടരും. നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നത് മാത്രമാണ് പ്രതിവിധി. ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.